ബ്യൂണസ് ഐറിസിലെ ദാരിദ്ര്യം നിറഞ്ഞ ചേരിയും ഇറ്റലിക്കാർ രണ്ടാം കിടക്കാരായി മാറ്റി നിർത്തിയ നാപ്പോളിയും തമ്മിൽ അകലം കുറഞ്ഞതാവാം അവർ തമ്മിൽ അഗാധമായ ബന്ധം ഉടലെടുക്കുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യ ലീഗ് കിരീടമടക്കം 2 ലീഗ് ടൈറ്റിൽസും യുവേഫ കപ്പും നേടിക്കൊടുത്ത അയാളുടെ കരിയറിന്റെ പീക്ക് ടൈം നാപ്പോളി നഗരത്തിലായത് കാൽപന്തിന്റെ ഒരു അനിവാര്യതയാവാം. നാപ്പോളി ആ 10ാം നമ്പർ ജേഴ്സി പിന്നീട് മറ്റാർക്കും നൽകിയിട്ടില്ല. ഇറ്റ്സ് എ കൾട്ട്. പക്ഷെ ഉന്മാദിയും അൺകൺട്രോൾഡുമായ ലഹരിയുടെ കളത്തിൽ അപ്പോഴേക്കും പന്തുമായി ഒരുപാട് മുന്നേറി കഴിഞ്ഞിരുന്നു. അതോടെ കരിയറിന്റെ ഉന്നതങ്ങളിൽ നിന്ന് മെല്ലെ പതനം തുടങ്ങി. പിന്നീട് പരിശീലകനായി അവിടെയും പച്ച പിടിച്ചില്ല. പലതവണ ആരോഗ്യ പ്രശ്നങ്ങൾ മറികടന്നെങ്കിലും മരണത്തിന്റെ ടാക്കിളിൽ അവസാനം ഡ്രിബിൾ ചെയ്യാനാവാതെ വീണു പോകുന്നു. ഇന്നും നേപ്പിൾസിന്റെ ചുമരിൽ നിറഞ്ഞു നിൽക്കുന്ന അയാൾ പണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്: തൂവെള്ള വസ്ത്രത്തിൽ ഞാൻ വിവാഹ പന്തലിൽ നിൽക്കുമ്പോൾ ചെളി പുരണ്ടൊരു പന്ത് എന്റെ നേർക്ക് പാഞ്ഞു വന്നാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാനതിനെ നെഞ്ചിൽ സ്വീകരിക്കുമെന്ന്. വിവാദങ്ങളും ലഹരിയും കളിമുഖവും ഒത്തുചേർന്ന ഉന്മാദിയായി തോന്നുംപടി ജീവിച്ച 20ാം നൂറ്റാണ്ടിന്റെ മുടിയനായ പുത്രൻ ഡിയേഗോ മറഡോണ.